ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിൻ്റെ ഫൈനലിൽ അർജൻറ്റീനയും സ്പെയിനും ഏറ്റുമുട്ടാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് അർദ്ധരാത്രി 12:30, അതായത് നാളെ ആവും, സാങ്കേതികമായി നാളെ പുലർച്ചെ 12:30-ക്കുള്ള ഇന്ത്യൻ സമയം 12:30-ക്ക് നടക്കുന്ന മത്സരം അതീവ പോര് നിറഞ്ഞതായിരിക്കും എന്നുള്ളതൊരു തർക്കം വേണ്ട. അർജൻറ്റീനയും സ്പെയിനും തുല്യ ശക്തികളാണ്, തുല്യമായി പോരാട്ടം നടത്തുന്ന ടീമുകളാണ്. അപ്പോൾ ഈ രണ്ട് ടീമുകളുടെയും ടാക്റ്റിക്സ് എന്തായിരിക്കും എന്നൊന്ന് നമുക്ക് നോക്കാം. ബലാബലത്തിൽ എന്ത് തന്ത്രങ്ങളാണ് ഇരു ടീമുകളും പ്രയോഗിക്കുക എന്നൊന്ന് നോക്കാം. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മധ്യനിരയിലാണ് കളി മുഴുവൻ. അവരുടെ റോഡ്രിഗോ ഡിപോൾ, മക്കാലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, ഈ 3 പേരടങ്ങുന്ന മധ്യനിരയിൽ അവർക്ക് മിഡ്ഫീൽഡിൽ അവർക്ക് വലിയ ആധിപത്യമുണ്ട്, മുൻതൂക്കവുമുണ്ട് സ്പെയിനേക്കാൾ. അങ്ങനെ വരുമ്പോൾ ഈ 3 പേരാണ് കളി പന്ത് നിയന്ത്രിച്ച് പന്ത് മുന്നിലേക്ക് എത്തിച്ചു കൊടുത്ത് കളി ഉണ്ടാക്കി എടുക്കുന്നത്. മിഡ്ഫീൽഡിലാണ് പ്ലേ മേക്കിംഗ് അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓരോ നീക്കത്തിലും അർജൻറ്റീന 5.4 പാസുകളാണ് ഉള്ളത് എന്നാണ് കണക്കുകൾ. ഓരോ നീക്കത്തിലും 5.4 പാസുകൾ, അതായത് ഏതാണ്ട് 6 പാസുകൾ അടങ്ങുന്നതാണ് ഒരു നീക്കം. അപ്പോൾ ക്ഷമയോടെ, ശാന്തതയോടെ ആ പാസുകൾ നടത്താനുള്ള മാനസികമായ ശക്തി അർജൻറ്റീനയ്ക്ക് ഉണ്ട് എന്നർത്ഥം. മറ്റൊന്ന്, കഴിഞ്ഞ 7 മത്സരങ്ങളിൽ 19 ഗോളാണ് അർജൻറ്റീന അടിച്ചത്. അതിൽ 12ഉം 75 മിനിറ്റിന് ശേഷമാണ് അടിച്ചത്. അതായത് കളിയുടെ 75 മിനിറ്റിന് ശേഷമാണ് അർജൻറ്റീന അടിച്ചിട്ടുള്ളത്. അത് കാണിക്കുന്നത് അവരുടെ അസാധാരണമായ മാനസിക കരുത്താണ്. അതായത് പിറകിൽ നിന്ന് മുന്നിലേക്ക് വരാനും തിരിച്ചു വരാനും, കളിയിൽ ഏത് ഘട്ടത്തിലും തിരിച്ചു വരാനും, പ്രത്യേകിച്ച് അവസാന ഘട്ടത്തിൽ അസാധാരണമായ മനക്കരുത്തോടെ തിരിച്ചു വരാനുമുള്ള ശേഷിയാണ്, അർജൻറ്റീനയുടെ ശേഷിയാണ് കാണിക്കുന്നത്. അപ്പോൾ അർജൻറ്റീന ആ അർത്ഥത്തിലെല്ലാം വലിയ രീതിയിൽ മുൻതൂക്കമുണ്ട് ഈ കളിയിൽ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധമാണ് അവരുടെ ദൗർബല്യം. അതൊരു വലിയ ആശങ്കയായിട്ട് നിൽക്കുന്നുണ്ട്. മൊളീനയൊക്കെ വലിയ പലപ്പോഴും ദൗർബല്യങ്ങൾ കാണിക്കുന്നു എന്നുള്ളതാണ്. നല്ലപോലെ ഗോളുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അർജൻറ്റീന. അപ്പോൾ അത് സ്പെയിൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അവസാന ഘട്ടത്തിൽ 75 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ മെസ്സി വലതുഭാഗത്തേക്ക് വിങ്ങിൽ നിന്ന് ഇറങ്ങി വന്ന് കളി ഉണ്ടാക്കി പെനാൾട്ടി ബോക്സിലേക്ക് തൊടുത്തു വിടുന്ന എയർ ബോളുകൾ, അതായത് ആകാശത്തു കൂടെയുള്ള ക്രോസുകൾ, അത് ഗംഭീരമാണ്. കഴിഞ്ഞ കളിയിൽ ലൗട്ടാറോ മാർട്ടിനസിന് കറക്റ്റ് തലയ്ക്ക് അദ്ദേഹം കൊടുത്ത പന്ത്, അതും അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ ഇടങ്കാലല്ല, വലങ്കാല് കൊണ്ടാണ് അത് കൊടുത്തത് എന്നത് കൂടി നമ്മൾ ഓർക്കണം. വലതുവശത്തു നിന്നുള്ള ക്രോസായിരുന്നു അത്. അങ്ങനത്തെ ക്രോസുകൾ നിരന്തരം തൊടുത്തുവിടാനും പായിക്കാനും മെസ്സിക്ക് കഴിയുന്നു. അത് അർജൻറ്റീനയ്ക്ക് വലിയ ഉപകാരം ചെയ്യുന്നു. അതുപോലെ എൻസോ ഫെർണാണ്ടസിന് ഏത് ആംഗിളിൽ നിന്നും ഷോട്ട് എടുക്കാൻ കഴിയുന്നു. ലോങ് റേഞ്ചറുകൾ അദ്ദേഹം ഏത് ആംഗിളിൽ നിന്നും ഷോട്ടുകൾ എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അർജൻറ്റീനയുടെ ശക്തിയായി നിൽക്കുമ്പോൾ സ്പെയിനിൻ്റെ ശക്തി എന്താണ്? സ്പെയിൻ പൊസഷൻ ഫുട്ബോളിലാണ് അവർ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത്. പൊസിഷണൽ ഫുട്ബോളിംഗ്, ഒപ്പം തന്നെ പന്ത് നിയന്ത്രിച്ച് പന്തിൻ്റെ പൊസഷൻ കൂടുതൽ സമയം അവരുടെ കയ്യിലായിരിക്കും, പന്തിൻ്റെ നിയന്ത്രണം അവരുടെ കയ്യിലായിരിക്കും. പ്രതിരോധത്തിലൂന്നി കുറിയ പാസുകളിലൂടെ പന്ത് ഇങ്ങനെ മുന്നോട്ട് കയറ്റി കൊണ്ടുവരുന്നതാണ് സ്പെയിനിൻ്റെ ഒരു ശൈലി. റോഡ്രിഗോ അടങ്ങുന്ന അവരുടെ മധ്യനിര, അതിൽ ഡാനി ഒൾമോ അടക്കമുള്ള മധ്യനിര അതിഗംഭീര മധ്യനിരയാണ്. ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച മധ്യനിരകളിൽ ഒന്നാണ്. അപ്പോൾ അർജൻറ്റീനയും മധ്യനിരയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സ്പെയിനിൻ്റെ കരുത്തും മധ്യനിരയിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മധ്യനിരയിൽ വലിയൊരു ഫൈറ്റ്, മിഡ്ഫീൽഡിൽ വലിയൊരു ഫൈറ്റ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. മിഡ്ഫീൽഡിലായിരിക്കും കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി രണ്ട് ടീമുകളും പോരടിക്കുക എന്നത് ഉറപ്പാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒയർസബാലും, സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം ഒയർസബാലും യമാലും അടങ്ങുന്ന മുന്നേറ്റ നിര ഗംഭീര മുന്നേറ്റ നിരയാണ്. വിങ്ങുകളിലൂടെ ചാട്ടുളി പോലെ വരുന്ന യമാലിനെ, വളഞ്ഞു പുളഞ്ഞു വരുന്ന യമാലിനെ നിയന്ത്രിക്കുക അത്ര എളുപ്പമായിരിക്കില്ല, പ്രത്യേകിച്ച് അർജൻറ്റീനയുടെ ദുർബലമായ പ്രതിരോധത്തിന്. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. ഒയർസബാലും യമാലും എപ്പോൾ വേണമെങ്കിൽ ഗോളടിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മുന്നേറ്റ നിരയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ മധ്യനിരയും മുന്നേറ്റ നിരയും കൃത്യമായും വളരെ വൃത്തിയായിട്ടും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘം കളിക്കാരാണ്. പ്രതിരോധ നിരയാണെങ്കിൽ അസാധാരണ പ്രതിരോധ നിരയാണ് സ്പെയിനിൻ്റെ. കുക്കുറയൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രതിരോധ നിര, ഏത് പന്തും പിടിച്ചെടുക്കാനും. അതുപോലെ സ്പെയിനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പന്ത് അതിവേഗം അവർ തിരിച്ചു പിടിക്കും എതിരാളികളിൽ നിന്ന്.
അതുപോലെ ലൂസ് ബോളുകളിൽ കൗണ്ടർ അറ്റാക്ക് അതിവേഗം, അതായത് അർജൻറ്റീന പലപ്പോഴും ഈ ലൂസ് ബോളുകൾ ചെയ്യുന്ന ആളുകളാണ്. ആ ലൂസ് ബോളുകളിൽ നിന്ന് പന്ത് പിടിച്ചെടുത്ത് കൗണ്ടർ അറ്റാക്ക്, ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴുള്ള കൗണ്ടർ അറ്റാക്കുകൾ സ്പെയിൻ തീർച്ചയായും നടത്തുമെന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ പന്ത് അവർ കയ്യിൽ നിന്ന് പോയ പന്ത് അവർ അതിവേഗം തിരിച്ചു പിടിക്കുകയും റിട്ടേൺ ചെയ്യുക, പന്ത് റിട്ടേൺ ചെയ്യുന്നതിലും അവർക്ക് അസാധാരണമായി മിടുക്കുണ്ട് സ്പെയിനിന്. അപ്പോൾ സ്പെയിൻ തീർച്ചയായിട്ടും ഈ തന്ത്രങ്ങളായിരിക്കും ഉപയോഗിക്കുക. ഈ കളിയിൽ മധ്യനിര പിടിച്ചടക്കാൻ ഇരു ടീമുകളും കാര്യമായ ശ്രമം നടത്തുമെന്നുള്ളത് ഉറപ്പാണ്. മിഡ്ഫീൽഡിൻ്റെ നിയന്ത്രണം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇരു ടീമുകൾ. കാരണം ഇരു ടീമുകളുടെ ശക്തിയിൽ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അർജൻറ്റീനയുടെ ശക്തിയിൽ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഡീപോളും എൻസോ ഫെർണാണ്ടസും മക്കാലിസ്റ്ററുമുള്ള മിഡ്ഫീൽഡാണ്. അവരാണ് കളി ഉണ്ടാക്കുകയും മുന്നേറ്റ നിരക്ക് പന്ത് എത്തിക്കുകയും ചെയ്യുന്നത്. ഹൂലിയൻ അൽവാരസിനും മെസ്സിക്കും പന്ത് എത്തിക്കുന്നത് ആദ്യഘട്ടത്തിൽ അവരാണ്. പിന്നീട് മെസ്സി ഇറങ്ങി വന്ന് വലതുവശത്തുനിന്ന് പന്ത് പിടിച്ചെടുത്ത് വിങ്ങുകളിലൂടെ ക്രോസ് ചെയ്യുന്ന ഹൈബോളുകൾ ക്രോസ് ചെയ്യുന്ന, റൈറ്റ് വിങ്ങിൽ നിന്ന് ഹൈബോളുകൾ ക്രോസ് ചെയ്യുന്ന അതിനെയും സ്പെയിൻ ശരിക്കും പേടിക്കേണ്ടി വരും. കാരണം മെസ്സിയുടെ ഒക്കെ ക്രോസുകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കും. കഴിഞ്ഞ കളിയിൽ 2 അസിസ്റ്റും മെസ്സിയുടെ വകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗോളടിച്ച 2 അസിസ്റ്റും മെസ്സിയുടെ വകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അർജൻറ്റീനയ്ക്ക് സ്പെയിനിന് മേൽ കാര്യമായ ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയും. എന്തായാലും തുല്യ ശക്തികളുടെ, അങ്ങനെ തന്നെ പറയണം, ആർക്കെങ്കിലും മുൻതൂക്കമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ കളിയിൽ തീർച്ചയായിട്ടും അർജൻറ്റീനയുടേതായ അഡ്വാൻറ്റേജുകളുണ്ട്, പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. സ്പെയിൻ്റേതായ അഡ്വാൻറ്റേജുകളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. 50-50 ആണ് ഈ മത്സരം എന്നത് ഉറപ്പാണ്. എന്തായാലും മിഡ്ഫീൽഡിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടി ഇരു ടീമുകളും ആഞ്ഞ് പരിശ്രമിക്കും. മിഡ്ഫീൽഡിലായിരിക്കും ഈ ഫൈനൽ കേന്ദ്രീകരിക്കുക എന്നത് ഉറപ്പാണ്. ആ നിലയിൽ കരുത്തരായ, രണ്ട് ടീമിനും കരുത്തരായ മിഡ്ഫീൽഡ് സംഘമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ആവേശകരമായ ഒരു കളിക്കാണ്. ആരും വിട്ടുകൊടുക്കാൻ, ഒരു ടീമും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ഒരു കളിക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതെന്തായാലും അത് കാത്തിരുന്ന് കാണാം. ലോകകപ്പിൻ്റെ ഏറ്റവും ക്ലാസിക് പോരാട്ടങ്ങളിലൊന്നായിട്ട് അത് എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു പോരാട്ടമായി അത് മാറട്ടെ.